ലക്ഷദ്വീപിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ സമയം 7 മണിയായിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ചുമ്മാ നടക്കാനും ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളെ കാണാണ്ട് ഇറങ്ങിയാണ് കേട്ടോ. ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി സൈറ്റിങ്ങിനൊക്കെ പോകാനുള്ള വണ്ടി വരുന്നത് 8 മണിക്ക് വരുള്ളൂ. അപ്പോൾ അന്നേരം നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെളിയിൽ രാവിലത്തെ ലക്ഷദ്വീപിൽ 7 മണിക്കുള്ള കാഴ്ചകളെ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ അകത്തിലുള്ള ബോട്ട് ജെട്ടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ നടക്കാൻ വന്നപ്പോൾ ഇവിടെ കണ്ടാണ്. നല്ല രാവിലെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ് കേട്ടോ. ഒരു 7:30-ക്കൊക്കെ കുറച്ചും കൂടെ കടൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കും. കുറേ പിള്ളേരൊക്കെ വെള്ളത്തിലോട്ട് ചാടുന്നുണ്ട് കേട്ടോ. മലയാളികൾ പിള്ളേർ തന്നെയാണ്. ഒരു കോഴിക്കോട് നിന്ന് വന്ന ടീമാണ് കേട്ടോ. പിന്നെ അത് നേരെ റൂമിൽ പോയി. അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് വന്നൊരു കോഴിക്കോട് സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അപ്പോൾ ഇത് ഇടിയട പൊരിച്ചതെന്നാണ് പറഞ്ഞത്. ഇതും പിന്നെ അതുപോലെ തന്നെ ചട്നിയുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചട്നിയാണ്. നല്ല ഹോം മെയ്ഡ് ഫുഡ് തന്നെയാണ് കേട്ടോ. ലക്ഷദ്വീപിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. നമ്മളിവിടെ നേരെ ഇറങ്ങി ഫുഡൊക്കെ കഴിഞ്ഞു. നേരെ നമ്മളെത്തിയത് നമ്മുടെ സ്ക്യൂബ ഡൈവിങ്ങിനാണ് കേട്ടോ. സ്ക്യൂബ ഡൈവിങ്ങിന് എത്തുന്ന സ്ഥലമാണിത്. പിന്നെ നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്നതിന് മുന്നേ അവർ നമുക്കൊരു ചെറിയ ട്രെയിനിങ് ഒക്കെ തരും കേട്ടോ. നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവർ നമുക്ക് സ്വിമ്മിങ് അറിയണമെന്നില്ല കേട്ടോ സ്ക്യൂബ ഡൈവിങ്ങിന് പോകുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊരു 15 നമുക്കൊരു ബേസിക് ട്രെയിനിങ് ഒക്കെ തരും. അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു ബോട്ടിൽ കയറി അങ്ങ് അകത്തോട്ട് പോകണം കേട്ടോ. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് അകത്തോട്ട് അവർ ബോട്ടിൽ കൊണ്ടുപോകും. ആ ബോട്ടിൽ പോയിട്ട് അവിടുന്ന് ആണ് സ്ക്യൂബ ഡൈവിങ്ങിന് വേറൊരു ബോട്ടിൽ നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് വെള്ളത്തിലൂടെ ഇറങ്ങുന്ന ഒരു സീനാണ് കേട്ടോ. അവിടെ നേരെ ഇറങ്ങി ഞാൻ അടിയിലുള്ള കാഴ്ച ഇപ്പോൾ കാണിച്ചു തരാം. അടിയിൽ നമ്മളവർ വീഡിയോ ഒക്കെ എടുക്കാൻ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ അതേ സ്ക്യൂബ നമ്മൾ അടിയിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അടിയിലാണ്. എന്തായാലും സ്ക്യൂബ ഡൈവിങ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. അപ്പോൾ അവൻ ജോപ്പനും സ്ക്യൂബ ഡൈവിന് ഇറങ്ങി കേട്ടോ. അവൻ ഇറങ്ങുന്ന നിങ്ങൾ വിചാരിച്ചല്ലോ. അവൻ സിമ്പിളായിട്ട് പോയിട്ട് വന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സ്ക്യൂബ ഡൈവിങ്? ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മൾ സ്ക്യൂബ ഡൈവിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കയാക്കിംഗ് ആയിരുന്നു. കയാക്കിംഗ് അവർ നമ്മളൊരു ട്രെയിനറുണ്ട്, ഒരാളും വരും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പോകാം. പിന്നെ അത് കഴിഞ്ഞ് തന്നെ ഇവിടെ നിന്ന് ജോപ്പൻ ഫുള്ള് വെള്ളത്തിൽ കളയുമ്പോൾ രണ്ടുപേരുടെ കയാക്കിംഗ് കഴിഞ്ഞിട്ട് ഫുള്ള് വെള്ളത്തിലായിരുന്നു പരിപാടി. കയാക്കിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി ഫുഡൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ വൈകിട്ടിനെയും ഗ്ലാസ് ബോട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ കുറച്ച് കാഴ്ചകളാണ്. എന്ന് വെച്ചാൽ ബോട്ടിന് നടക്കുന്നത് പോലെ ഗ്ലാസ് ആയിട്ട് ഓപ്പണായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് കടലിൽ കൂടെ പോകുമ്പോൾ ഇത് കാണാൻ പറ്റും കേട്ടോ. ആ അടുത്ത് അങ്ങനത്തെ കുറച്ച് ടർട്ടിൽ വാച്ച്, അതുപോലെ തന്നെ കുറച്ച് പവിഴപ്പുറ്റുകളൊക്കെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ബോട്ടിൽ നമ്മളുടെ വേറൊരു ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുണ്ട്, അവരുണ്ട്. അപ്പോൾ ബോട്ടിൽ കുറച്ച് ദൂരം പോകണം കേട്ടോ. നല്ല സമയം എടുക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് കൽപ്പറ്റി ബീച്ച് അങ്ങോട്ടും കൂടെയാണ് ഇന്ന് പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോയ ടർട്ടിൽ വാച്ചാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആമയാണ് കേട്ടോ. കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ആമയെ കാണാനുണ്ട്. നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൻ്റെ അകത്തൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ തൊട്ട് ചേർന്ന് തന്നെ നമ്മുടെ ബോട്ടിൽ നിന്ന് ഏകദേശം ഒരു 2-3 മീറ്റർ താഴ്ചയുള്ളൂ. നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ആമയാണെങ്കിൽ എൻ്റെ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോസാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളെന്തായാലും കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. 10-15 മിനിറ്റ് നമ്മൾ ആമയൊക്കെ നോക്കി നിന്ന്. അത് കുറച്ച് കഴിഞ്ഞ് അവിടെ നേരെ നമ്മൾ കൽപ്പറ്റി ബീച്ചിലോട്ടാണ് അടുത്ത് പോയത് കേട്ടോ. തൊട്ടടുത്തുള്ള ബീച്ചാണ് കൽപ്പറ്റി ബീച്ച്. അപ്പോൾ അങ്ങോട്ടാണ് പോയത് കേട്ടോ. ഇറങ്ങിയിട്ട് കൽപ്പറ്റി എന്നാണ് ദ്വീപിൻ്റെ പേര്. അവിടെ ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ 2 സൈഡ് മരമാണ്, ചെറിയ നടക്കാനൊരു വഴിയുണ്ട്. അപ്പോൾ ഈ കൽപ്പറ്റി ബീച്ച് 2 സൈഡും കണ്ടൽ കാടുകളാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകണം. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കൽപ്പറ്റി ബീച്ച്. അപ്പോൾ നമ്മളവിടെ നേരെ ഇറങ്ങി അതിൻ്റെ അകത്ത് നടന്ന് പോകണം കേട്ടോ. ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ എത്തി വേണ്ടേ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചയാണ്. ബീച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് പാടാണ് കേട്ടോ. ചെളിയായിട്ട് കിടക്കും. പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കൽപ്പറ്റി ബീച്ചിലും നല്ലൊരു ബീച്ചാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല ലൊക്കേഷനാണ്. കുറേ പാറയുണ്ട്. പാറക്കൂടെ നടക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് സൺസെറ്റൊക്കെ കണ്ടു. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ കയറി നമ്മൾ തിരിച്ച് അകത്തിലോട്ടാണ് പോകുന്നത്. നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൽപ്പറ്റി ബീച്ചിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ ജയിക്ക് അവിടെ നമ്മളുടെ മറ്റേ ഫാമിലി ഉണ്ട്. അവരോടൊക്കെ നല്ല ഭയങ്കര കമ്പനിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ബിസ്ക്കറ്റൊക്കെ കഴിച്ച് എൻ്റെ അങ്കിളിനോട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി തിരിച്ച് നേരെ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്.